ഇത് ശരിക്കും ഇവർ ചെയ്തുണ്ടാക്കിയ ഈ അപകടകരമായ പ്രവർത്തനം. പക്ഷെ നിങ്ങൾ ഓർക്കണം, നമ്മുടെ രാഷ്ട്രപിതാവുണ്ട് ഗാന്ധിജി മനോഹരമായിട്ട് പറഞ്ഞു. ഗാന്ധിജിയുടെ അഭിപ്രായ പ്രകാരം ഒരിക്കലും അവിടെ അങ്ങനെ ഒരു ഭൂമി അവർക്ക് കൊടുക്കാൻ പാടില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. എന്ന് ഗാന്ധിജി തന്റെ പ്രസിദ്ധീകരണമായ ഹരിജനിൽ എഴുതിയൊരു വാചകമുണ്ട്. 938 അദ്ദേഹം എഴുതി ചർച്ച നടക്കും. രാജ്യം ഉണ്ടാകുന്നതിന് മുമ്പ് 948 രാജ്യം ഉണ്ടാകുന്നത്. അതിന് മുമ്പ് ഈ ചർച്ച നടക്കുന്ന സമയത്ത് ഗാന്ധിജി പറയാൻ അദ്ദേഹത്തിന്റെ വാചകം 1914 ഒന്നാം ലോകമായി ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലാണ് ഇവർ ഈ രഹസ്യ കരാറിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഭൂമി അവർക്ക് കൊടുക്കാമെന്ന് പറയുന്നത്. 1896 വരെ ലോകത്തിന്റെ ചിന്തയില്ല. തിയോഡോർ ഹെർസൽ പറയുന്നത് വരെ അല്ല എഴുതുന്നവരെ. അന്ന് 1938 ഗാന്ധിജി ഹരിജൻ എന്ന പ്രസിദ്ധീകരണത്തിൽ എഴുതി പലസ്തീൻ ബിലോങ് ടു ദ അറബ്സ്. പലസ്തീൻ അറബികൾക്കുള്ളതാണ്. ഇൻ ദ സെയിം സെൻസ് ദാറ്റ്, ഇതേപോലെ ഏതുപോലെ സെയിം ആണ്. എങ്ങനെ? ഇംഗ്ലണ്ട് ബിലോങ്സ് ടു ദ ഇംഗ്ലീഷ് ഓർ ഫ്രാൻസ് ടു ദ ഫ്രഞ്ച്. അർത്ഥം പോലും പറഞ്ഞില്ല, നിങ്ങൾ എപ്പോഴും കേട്ടതാ. എന്നിട്ട് അദ്ദേഹം അതിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ജൂതന്മാർക്കിടയിൽ ജൂതന്മാർക്ക് വേണമെങ്കിൽ പലസ്തീനിൽ പോകാം, താമസിക്കാം മനുഷ്യരെന്ന രീതിയിൽ. അത് എങ്ങനെയായിരിക്കണം? The Jews can settle in Palestine only with the goodwill of Arabs. അറബികളുടെ സമ്മതത്തോടെ സൗമനസ്യത്തോടെ താമസിച്ചോട്ടെ. അല്ലാതെ അദ്ദേഹം അടുത്ത വാക്ക് പറയുന്നുണ്ട്, and for that they had to forgo the British bayonet. ബ്രിട്ടീഷുകാരുടെ ബയനത്തിന്റെ ബലത്തിൽ അവർ അടിച്ചമർത്തിയിട്ടാവരുത്. അത്ര മനോഹരമായിട്ട് ഗാന്ധിജി പറഞ്ഞു. ആ വാക്കുകൾ കൊണ്ടാണ് ലോകം ഗാന്ധിജിയെ കൂടുതൽ ശ്രദ്ധിച്ചത്. ദക്ഷിണാഫ്രിക്കയിൽ അടിച്ചമർത്തപ്പെട്ട ജനസമൂഹത്തിന് വേണ്ടി ശബ്ദിച്ചു, ഇന്ത്യയിൽ നീതിക്ക് വേണ്ടി ശബ്ദിച്ചു. അതുകൊണ്ടാണല്ലോ ഗാന്ധിജി അത്ര ലോകപ്രസിദ്ധനായത്. ആ ഗാന്ധിജിയെ നോക്കിക്കൊണ്ടാണ് ഈജിപ്തിൽ നിന്ന് അഹമ്മദ് ഷൗക്കി എന്ന് പറയുന്ന അറബി കവി, നല്ല മനോഹര, ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ ഈജിപ്തിൽ നിന്ന് നോക്കി കണ്ടുകൊണ്ട് അപ്പുറത്ത് അഹമ്മദ് ഷൗക്കി പറയാൻ. അഹമ്മദ് ഷൗക്കി നല്ലൊരു അറബി കവിയാ. ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ നോക്കിയിട്ട് ഇന്ന് നെറ്റിൽ അടിച്ചു നോക്കൂ, ഗാന്ധി എന്നൊരു കവിത ഇട്ടു. ഗാന്ധി അറബിയിലെ ഗാന്ധി എന്ന് പറയാ. അദ്ദേഹം എന്താ മനോഹരമായിട്ട് പറഞ്ഞത്? പ്രവാചകന്മാരെ പോലെ സൂക്ഷ്മത പാലിച്ച, ശ്രദ്ധ പുലർത്തിയ, ജനങ്ങളെ സൗഹൃദത്തിലേക്ക് നയിച്ച ഒരു നല്ല മനുഷ്യൻ ഇന്ത്യയിലുണ്ട്. അത് എഴുതി നല്ലൊരു കവിത. അദ്ദേഹം പറഞ്ഞു, അനിൽ ഹഖി വഫി സുഹദി ദഅൽ ഹിന്ദൂസ വൽ ഇസ്ലാമ ലിൽ ഫതി വൽ ബുദ്ധി. അഹമ്മദ് ഷൗക്കി നമ്മുടെ രാഷ്ട്രപിതാവിനെ കുറിച്ച് പറഞ്ഞതാ. ദഅൽ ഹിന്ദൂസ വൽ ഇസ്ലാമ, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്ഷണിച്ചു ഇൽഫത്തിലേക്കും ബുദ്ധിയിലേക്കും യോജിപ്പിലേക്കും സ്നേഹത്തിലേക്കും. എത്ര മനോഹരമായ വാചകമാണ്. നോക്ക് നിങ്ങൾ, മനുഷ്യൻ നീതിക്കൊപ്പം നിന്നാൽ ലോകം അംഗീകരിക്കും. ആ ഗാന്ധിജി എന്ന് പറയുന്ന അർദ്ധനഗ്നനായ മനുഷ്യനെ ശരിക്കും ലോകം അംഗീകരിച്ചല്ലോ. അതാണ് അറബ് ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായ നഗരമാണ് കെയ്റോ. കെയ്റോയിലെ പ്രസിദ്ധനായ കവിയാണ് അഹമ്മദ് ഷൗക്കി. അയാൾ ശരിക്കും ലോകത്തോട് പറഞ്ഞു, ഇന്ത്യയിലുള്ള ഒരു മനുഷ്യൻ, അയാൾ നീതിക്കൊപ്പം നിൽക്കുന്ന ആളാണ്. ആ നീതിക്കൊപ്പം ഗാന്ധി നിന്നപ്പോൾ ലോകം അദ്ദേഹത്തെ അംഗീകരിച്ചു. അതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. 1947 നവംബർ 29 വിഭജന പ്രമേയം പാസ്സാക്കുന്ന സമയത്ത് ആ വിഭജന പ്രമേയത്തിൽ ഉണ്ടായിരുന്നത് എന്താ? 33% ജൂതന്മാർ, 33%. എങ്ങനെ? കുടിയേറ്റം നടത്തിയിട്ട്, ബാൽഫർ പ്രഖ്യാപനത്തിന് ശേഷം കുടിയേറ്റം നടത്തിയിട്ട്, എന്നിട്ട് അത്രമാത്രം ആളുകളെ ഉള്ളൂ 33%. അവർക്കാണ് 55% ഭൂമി കൊടുത്തത്. അതേ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന 67% അറബികൾക്ക് 45% ഭൂമിയെ കൊടുത്തത്. ആ അവർക്ക് കൊടുത്ത സ്ഥലത്തൊന്നും ഇവിടെ തികയായ്മ കൊണ്ടും പുറത്തായത് അന്ന് 7 ലക്ഷം അഭയാർത്ഥികളാണ്. പലസ്തീനിൽ 7 ലക്ഷം അഭയാർത്ഥികൾ. ആ അഭയാർത്ഥികൾ ലോകം തണ്ടില്ലേ. അവർ കുറെ സൗദി അറേബ്യയിൽ പോയി, ജോർഡാൻ കുറച്ച് സഹായിച്ചു, അവര് ലിബിയയിലും സിറിയയിലും ഒക്കെ കുറെ പോയി, പഴയ ഷാമിന്റെ ഭാഗത്ത് അവർ ചുറ്റിപ്പോയി. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ആ പ്രദേശത്ത് ഏകദേശം 1700 കോടി ബാരൽ എണ്ണ നിക്ഷേപം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ എണ്ണ നിക്ഷേപവും പ്രകൃതിവാദവും കയ്യിലെടുക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ യുദ്ധമാണ് ഇപ്പോൾ ഇറങ്ങിയിരുന്നത്. ഇവിടെ ഇപ്പോ സ്വന്തം നാട്ടിലേക്ക് മറ്റുള്ളവർ കയറി വന്നിരിക്കുക. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരൊറ്റ മുസ്ലിമും അവിടുത്തെ ഒരു സംഘടനയും ഇതുവരെ പറഞ്ഞിട്ടില്ല ജൂതന്മാർ ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് അന്ന് തന്ന ആ പ്രദേശത്ത് ഒരു സ്വതന്ത്രാധികാരം ഞങ്ങൾക്ക് വേണം, അത്രയും വേണം. കാരണം അവർക്ക് സ്വതന്ത്രാധികാരം ഇല്ല. ഒരു പലസ്തീൻ പാസ്പോർട്ട് ഇല്ലല്ലോ. അവർക്കൊരു ഉംറയ്ക്ക് പോകണമെങ്കിൽ ജോർഡാന്റെ പാസ്പോർട്ട് വേണം. അവർക്കൊരു നാണയം ഇല്ലല്ലോ. അവർക്ക് ഒന്നുകിൽ ഇസ്രായേലിന്റെ ഷെക്കൽ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ജോർഡാന്റെ ദീനാർ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഈജിപ്തിന്റെ പൗണ്ട് ഉപയോഗിക്കണം. ഇതല്ലാതെ അവരെന്താ ചെയ്യാം? ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു രാജ്യമുണ്ടോ? ഇപ്പൊ ഈ പ്രദേശം, ഇത് വളപുരം, ഇതിന്റെ തൊട്ടപ്പുറത്ത് ചമ്മലശ്ശേരി, ഇതിന്റെ തൊട്ടപ്പുറത്തൊരു പ്രദേശം ഉണ്ടെങ്കിൽ ചമ്മലശ്ശേരി പ്രദേശം പലസ്തീൻ്റെതാണെങ്കിൽ, ഇത് ഇസ്രായേലിന്റെ ആണെങ്കിൽ, ഇതിന്റെ അപ്പുറത്തുള്ള സ്ഥലത്ത് പലസ്തീന്റെ സ്ഥലമുണ്ടെങ്കിൽ ഇതിൽ അവർക്ക് കടന്നു പോകാൻ 2 ചെക്ക് പോസ്റ്റ് എടുക്കണം. ഞാൻ എന്റെ കണ്ണുകൊണ്ട് നേരെ കണ്ട കാര്യം പറയുന്നത്. ഇവിടുത്തെ ചെക്ക് പോസ്റ്റിലെ എൻട്രി, അവിടെ എക്സിറ്റ്, ഈ 2 ചെക്ക് പോസ്റ്റിൽ. അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് വരും, കാരണം അവരുടെ ബന്ധുക്കൾ അവിടെ ഉണ്ടാവും. അവിടെ ഉണ്ടാകുന്ന ബ്രിട്ടീഷുകാർ അങ്ങനെയാണ് രാജ്യം വിഭജിക്കുക, പകുതി മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട്. അപ്പൊ ഒരുപാട് പറയേണ്ട കാര്യമാണ്. അപ്പൊ ഇവർ ചെക്ക് പോസ്റ്റിൽ വരുമ്പോൾ ഫാമിലി ആയിട്ട് കാറിൽ വരികയാണ്. ചെറുപ്പക്കാരനെ രാവിലെ അവനെ പിടിച്ചവിടെ ഇറക്കും. അവൻ എൻട്രി ഇല്ല. ബാക്കിയുള്ള അവന്റെ ഭാര്യയ്ക്ക് എൻട്രി ഉണ്ട്, കുട്ടിക്ക് എൻട്രി ഉണ്ട്, അവൻ എൻട്രി ഇല്ല. അവന്റെ നാട്ടിൽ സഞ്ചാര സ്വാതന്ത്ര്യമില്ലാത്ത മനുഷ്യരായി അവർ. അവരുടെ നാട്ടിൽ അവർക്ക് നാണയമില്ലാത്ത മനുഷ്യരായി അവർ. അവരുടെ നാട്ടിൽ അവർക്ക് പാസ്പോർട്ട് ഇല്ലാത്ത മനുഷ്യരായി അവർ. എന്താ ഇതിന്റെ അവസ്ഥ? അങ്ങനെ വരുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് ശക്തമായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാവുക സ്വാഭാവികമല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്.
ആ സ്വാഭാവികം മാത്രമല്ല ഇപ്പൊ ഉണ്ടായിട്ടുള്ളത്, അതല്ലേ നടന്നിട്ടുള്ളത് ലോകത്ത്. നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. സുഭാഷ് ചന്ദ്രബോസ് INA ഉണ്ടാക്കിയില്ലേ, ഇന്റർനാഷണൽ ആർമി. ഈ ഇന്റർനാഷണൽ ആർമിക്ക് കരുത്ത് പകർന്നാര ജപ്പാന്റെ സൈന്യം. ജപ്പാന് ബ്രിട്ടനോട് വിരോധമുണ്ട്, സഖ്യകക്ഷികളോട് വിരോധമുണ്ട്. അതിനു വേണ്ടിയാണ് ആ സംഭവം അവരുണ്ടാക്കിയത്. അങ്ങനെ ഉണ്ടാക്കി INA സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടാക്കി. അതിനുവേണ്ടി നേതൃത്വം കൊടുക്കാൻ രാജ് ബിഹാരി ബോസ് വന്നു. അവസാനം സുഭാഷ് ചന്ദ്രബോസിന്റെ തലപ്പത്ത് വന്നു. എന്തൊക്കെ സായുധ വിപ്ലവങ്ങൾ അവർ നടത്തി. അതിനെ നമ്മൾ എന്താ പറയാ? അതിന് നമ്മൾ സ്വാതന്ത്ര്യ സമരം എന്താ പറയാ? ചൗരി ചൗര സംഭവം എന്താ? നമ്മളൊക്കെ സ്വാതന്ത്ര്യത്തിൽ പ്രസംഗിക്കുന്നുണ്ടല്ലോ. എന്താ ചൗരി ചൗര സംഭവം? സ്കൂളിലൊക്കെ പഠിച്ചാൽ നമ്മള് 1923 ഫെബ്രുവരി 5 UP ഉണ്ടായ സംഭവം. എന്താ സംഗതി? നമ്മുടെ നാട്ടിൽ നിന്ന് പരുത്തി കൊണ്ടുപോവുക, എന്നിട്ട് നൂല് നൂറ്റിട്ട് അതിന് വസ്ത്രം ഉണ്ടാക്കിക്കൊണ്ടുവരിക. ഗാന്ധിജി അടക്കമുള്ള സഹന സമരക്കാരെ പറഞ്ഞു ഇത് പറ്റില്ല, അത് കത്തിച്ചിട്ട് നമ്മൾ തന്നെ നൂറ്റിട്ട് വസ്ത്രം ഉണ്ടാക്കാൻ തുടങ്ങി. ചൗരിയിൽ വസ്ത്രം ചുടൽ നടന്നു, സഹന സമരം. അതിന് വെടിവെച്ചപ്പോ ആ സമരക്കാരെ തിരിച്ചടിച്ചു. അവർ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിട്ട് 3 സിവിലിയന്മാരും 22 പോലീസുകാരും മരിച്ചു. ചരിത്രം പഠിച്ചു നോക്കി. 22 പോലീസുകാരെ ചൗര സംഭവത്തില് പോലീസ് സ്റ്റേഷൻ ചുട്ടുകരിച്ചപ്പോ മരിച്ചത്. അതിനെന്താ പേര്? അതിന് സ്വാതന്ത്ര്യ സമരം എന്നാ പേര്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം. ക്യാപ്റ്റൻ ലക്ഷ്മി സ്വാമിനാഥൻ അവരൊരു റെജിമെന്റ് ഉണ്ടാക്കി ഇന്ത്യയിൽ, ഒരു പട്ടാള റെജിമെന്റ് പോലത്തെ റെജിമെന്റ്, ഝാൻസി റാണി റെജിമെന്റ് എന്നതിന്റെ പേര്. ആ ഝാൻസി റാണി റെജിമെന്റ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരുപാട് സായുധ വിപ്ലവങ്ങൾ നയിച്ചു. അതിന്റെ സമരം എന്താ? സ്വാതന്ത്ര്യ സമരം എന്നാണ്. നേരെ മറിച്ചോ, അടിച്ചമർത്തപ്പെടുന്ന പലസ്തീനിൽ നിന്ന് കാല് പൊക്കിയാൽ അതിന്റെ പേര് തീവ്രവാദം. അതാണ് അപകടം. തീവ്രവാദത്തിന് നമ്മളെതിരാ, ഭീകരതയ്ക്ക് നമ്മളെതിരാ. ലോകത്ത് ഇസ്ലാം ഒരു ഭീകരതയും അംഗീകരിക്കില്ല. പക്ഷെ സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചരിത്രത്തിൽ ഈ തരത്തിലുള്ള ഒരു കാറ്റഗറൈസ് ചെയ്യൽ ലോകത്ത് എങ്ങനെ ഉണ്ടായി? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ഇതിനൊക്കെ അറുതി വരുത്തേണ്ടതാരാ? UN എന്ത് ചെയ്തു? 1948 മുതൽ 67 വരെ UN 40 പ്രമേയം കൊണ്ടുവന്നു. എപ്പോഴും 40 പ്രമേയം ഓരോ സ്ഥലം കയ്യേറും ഒരു പ്രമേയം കൊണ്ടുവരും, അതിനെതിരെ പാസ്സാക്കും, അംഗീകരിക്കില്ല. എത്ര 40 പ്രമേയം വെറുതെ പോയില്ലേ? ഇതല്ലേ അവർ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവർത്തനം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിലൊരു നഗരം ഉണ്ട് അവിടെ, ഹിബ്രോൺ എന്നാണ് സ്ഥലത്തിന്റെ പേര്. മദീനത്തുൽ ഖലീൽ എന്ന അറബികൾ പറയാ, ഇവര് ഹിബ്രോൺ എന്ന് പറയും. ഒന്ന് പോയി നോക്കൂ. അവിടെ ആ പള്ളിയിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ സാറ ബീവിയുടെ ഖബറുള്ളത് അവിടെ തന്നെയാണ്. യാക്കൂബ് നബിയുടെ ഖബറുള്ളത് അവിടെ തന്നെയാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറുള്ളത് അവിടെ തന്നെയാണ്. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറുള്ളത്. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭാര്യ റുബ്ഖ ബീവിയുടെ ഖബർ അവിടെയാണ്. അതുപോലെ തന്നെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ ലയ്യ ബീവിയുടെ ഖബർ അവിടെയാണ്. ഈ ഖബറുകളൊക്കെയുള്ള വലിയ പ്രസിദ്ധമായ പള്ളി ഹറം ഇബ്രാഹിമി എന്നതിന് പറയും. അവിടെ ബോർഡ് എങ്ങനെ? ഹറം ഇബ്രാഹിമി. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇവര് കയറിയിട്ട് ആ ഭാഗം പിടിക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു മീഡിയേറ്റർ വരും, മദ്യം പറയും, പകുതി അവർ കൊടുത്തു. ഇപ്പൊ ആ പള്ളിയുടെ പകുതി സിനഗോഗും പകുതി പള്ളിയാണ്. ചുരുക്കി പറഞ്ഞാൽ അവിടെ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബർ, ഭാര്യയുടെ ഖബർ, യൂസുഫ് നബിയുടെ ഖബർ നമുക്ക് കാണാൻ പറ്റൂല. ആ ഭാഗം സിനഗോഗായി പോയി. അത് സിനഗോഗാക്കി. ഈ രീതിയിൽ ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ ആ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് കിട്ടി. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ UN അമേരിക്ക പ്രമേയം കൊണ്ടുവരുമ്പോൾ വോട്ടിലിട്ട പ്രമേയത്തിൽ 3 ഭാഗമാണ്. മുറിച്ചിട്ട് ഒരു ഭാഗം അറബികൾക്ക്, ഒരു ഭാഗം ജൂതന്മാർക്ക്, ബാക്കിയുള്ള ഒരു ഭാഗം അന്താരാഷ്ട്ര നിരീക്ഷണത്തിൽ. അതേതാ? ഖുദ്സ് ഉൾക്കൊള്ളുന്ന ജെറുസലേം. കാരണം 3 മതത്തിൻ്റെതുമാണ്. അവിടെ ആർക്കും അധികാരമില്ല. പക്ഷെ എന്താ സംഭവിച്ചത്? അത് വേഗം അത് പിടിച്ചില്ലേ. ഇപ്പൊ ഖുദ്സിലേക്ക് ഒരാൾക്ക് കയറണമെങ്കിൽ ഈ ഇസ്രായേൽ പട്ടാളത്തിന്റെ സമ്മതമാണ്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് കയറണമെങ്കിൽ അവരുടെ സമ്മതമാണ്. UN പട്ടാളം നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. UN പട്ടാളമല്ല നിൽക്കുന്നത്, മറിച്ച് നിൽക്കുന്നതാരാ? ഇവരുടെ പട്ടാളം. ഇവർക്ക് എന്താണ് അതിന് അധികാരമുള്ളത്? അതിനെ പലസ്തീനികൾ ചോദ്യം ചെയ്യുന്നു. അന്താരാഷ്ട്ര നിരീക്ഷണത്തിലുള്ള സ്ഥലത്തിന്റെ കാവൽക്കാരെങ്ങനെ ഇവരായി എന്ന് ചോദിക്കുന്നു. അതാണ് സംഭവം. ഇതൊക്കെ നേരത്തെ സാമ്രാജ്യത്വ ശക്തികൾ പ്ലാൻ ചെയ്തതാണ്. അത് പ്ലാൻ ചെയ്ത് 1917 മെയ് 10 ഒരു കരാറുണ്ടാക്കി. സൈക്ക് പിക്കോ കരാർ എന്നതിന്റെ പേര് നിങ്ങൾ നെറ്റിൽ അടിച്ചുകൂടി. സൈക്ക് പിക്കോ കരാർ. ഈ സൈക്ക് പിക്കോ കരാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏഷ്യ മൈനർ അഗ്രിമെന്റ് എന്നാണ് ഇതിന്റെ ശരിക്കുള്ള പേര്. ഫ്രഞ്ച് നയതന്ത്ര പ്രതിനിധി ഫ്രാൻസോ ജോർജസ് പിക്കോയും ബ്രിട്ടന്റെ മാർക്ക് സൈക്കും തമ്മിൽ 1916 മെയ് 10 ഒരു രഹസ്യ കരാറുണ്ടാക്കി. എന്താണ് കരാറ്? ജൂതന്മാരുടെ വാഗ്ദത്വം പലസ്തീനിൽ കൊടുക്കുന്ന പറഞ്ഞത്. അതിനുശേഷമാണ് ബാൽഫറുടെ പ്രഖ്യാപനം വരുന്നത്. ഇത് ഒരു അന്താരാഷ്ട്ര സമിതിയിലും ചർച്ച ചെയ്തിട്ടില്ല, ഒരു UN ചർച്ച ചെയ്തിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ UN വരുന്നതിന് മുമ്പ് ലീഗ് ഓഫ് നേഷൻസ് ഉണ്ടല്ലോ. ലീഗ് ഓഫ് നേഷൻസിന്റെ 1ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ലീഗ് ഓഫ് നേഷൻസ് ഉണ്ടല്ലോ. ലീഗ് ഓഫ് നേഷൻസ് ആണല്ലോ ഈ പ്രദേശം അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. ആ പ്രദേശത്താണല്ലോ ഇവരിങ്ങനെ ഒരു കരാറുണ്ടാക്കി. ഈ കരാർ ആരറിഞ്ഞു? UN അറിഞ്ഞു. 2ാം ലോക മഹായുദ്ധ ശേഷം നിലവിൽ വന്ന UN അറിഞ്ഞിട്ടില്ലല്ലോ. അവരുടെ ഒരു കാര്യം നമ്മൾ അറിയില്ല. അതാണ് പ്രത്യേകത. ആദ്യം ഇവർ ചെയ്തെന്താ? ആ പ്രദേശത്തെ കുടിയേറി. പിന്നെ UN കൊണ്ട് പ്രഖ്യാപിച്ചു. പിന്നെ അവർ കയറി വന്നിട്ട് ഈ അറബികളും ഇവരും തമ്മിൽ സംഘടന ഉണ്ടാക്കിയിട്ട് ടൈഫോയിഡ് പരത്തുക, അതുപോലെ തന്നെ വെള്ളത്തിൽ മാലിന്യം കലക്കുക, കിണറുകൾ നാശമാക്കുക, പേടിപ്പിച്ചിട്ട് പുറത്താക്കുക,
സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു 1948 മെയ്യിലാണ് ഈ രാജ്യം പറക്കുന്നതിന് അവസാനത്തെ കൂടി പറയട്ടെ. ആ 48 ഏപ്രിൽ 9 ഏപ്രിൽ 2 മെയ് ഏപ്രിൽ 9 വരെ ആദ്യം ചെയ്ത പണി എന്താ? പലസ്തീനികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം ഉണ്ടായി. പലസ്തീനുകൾ മുഴുവൻ അവിടെ ഉള്ളത് ആ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം ദേർ യാസീൻ എന്നാണ് ഗ്രാമത്തിന്റെ പേര്. ഇപ്പൊ ഗ്രാമമില്ല. ആ ദേർ യാസീൻ ഗ്രാമത്തിലേക്ക് ഇവരുടെ ഒരു സൈന്യം നമ്മുടെ ഇന്ത്യയിലെ അറസ്റ്റിനെ പോലത്തെ ടീം ഉണ്ടാവും. ഇർഗുൻ എന്നാണ് ഇത് പറയാം. ഇർഗുൻ അടിച്ചു ഇർഗുൻ എന്താ പറയാ. ആ സംഘം ഒരു പ്രത്യേക പരിശീലനം നേടിയ ഒരു പട്ടാളത്തെ പോലെ സൈന്യം. അവര് കയറിയിട്ട് ആ പ്രദേശത്ത് അതിശക്തമായ ആക്രമണം നടത്തി ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളെയും നെറ്റിലുണ്ടാവും. നിങ്ങൾ വായിച്ചാൽ മതി. രാവിലെ 4:30 സംഖ്യ നടത്തി 1948 ഏപ്രിൽ 9 രാവിലെ 4:30 ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സകല ജനങ്ങളെ ഒരു കൊന്നു. ഇതാരും അറിയില്ല. റെഡ് ക്രോസിന്റെ ഒരു പ്രതിനിധിയായിട്ട് അവിടെ റെഡ് ക്രോസിന്റെ ഒരു ഡോക്ടറുണ്ട്. അയാളാണ് ഇവരത് ചെയ്ത് ഇർഗുനാണ് ചെയ്തത് പുറത്തു വിട്ടത്. അയാളത് പുറത്തു വിട്ടു. സമൂഹം അത് മനസ്സിലാക്കി. അങ്ങനെ അത് വലിയ ചർച്ചയായി. എന്താ സംഭവിച്ചത്? അവസാനം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ സംഘമാണ് പിന്നീട് ഇസ്രയേൽ ഉണ്ടായപ്പോൾ അവരുടെ സൈന്യത്തിൽ ഓഫീസിലേക്ക് ചേർന്നു. അവരെ സൈന്യത്തിൽ സൈന്യത്തിലെടുത്തു. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഭാവിയിൽ ഇപ്പോൾ സംഘപരിവാറിന്റെ രാജിവെച്ചിരുന്ന ആളെ കിട്ടാൻ പോകുന്നത് നേരെ പോകുന്ന അവർ BJP-ക്കാണ്. ഇനി നേരെ പിടിച്ചിട്ട് സൈന്യത്തിൽ കിട്ടുന്ന സംവിധാനം ഉണ്ടായിക്കൂടാ എന്നൊന്നും പറഞ്ഞുകൂടാ. ഒരു ഫാസിസ്റ്റ് രാജ്യം വരുമ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ ഈ കാര്യത്തിൽ ഇതൊരു മുസ്ലിം പ്രശ്നമേ അല്ല. പലസ്തീൻ പ്രശ്നം മുസ്ലിം പ്രശ്നമല്ല. അങ്ങനെ മുസ്ലിം പ്രശ്നമാക്കണ്ട. അവിടെ ബോംബ് വീണിട്ട് ക്രിസ്ത്യാനികൾ മരിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ ചർച്ച് നശിച്ചിട്ടുണ്ട്. ജൂതന്മാർ വരെ ഇതിനെതിരെ ശക്തമായി സമരം ചെയ്യുന്നുണ്ട്. അമേരിക്കയിലൊക്കെ ജൂതന്മാർ ശക്തമായി ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഇത് മനുഷ്യാവകാശത്തിന്റെ പ്രശ്നമാണ്. ഇത് മാനുഷിക പ്രശ്നമാണ്. നീതിയുടെ പ്രശ്നമാണ്. അവിടെ ഒരിക്കലും തീവ്രതയില്ല. നമ്മൾ ആരും തീവ്രതക്ക് കൂട്ടുനിൽക്കുന്നുമില്ല. ഇസ്ലാം ജൂതന്മാർക്ക് മാന്യമായ പദവി കൊടുത്ത മതമാണ്. അള്ളാഹുവിന്റെ റസൂൽ മരിക്കുമ്പോൾ റസൂലിന്റെ പണയങ്ങി ഒരു ജൂതന്റെ വീട്ടിൽ പണയത്തിൽ എന്തൊരു ജൂതന്റെ വീട്ടിൽ പണയപ്പെടുത്തി എല്ലാവരുമായി വ്യാപാര ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ജീവിക്കുന്നില്ലേ? ഹിന്ദുക്കളുമായി സൗഹൃദമുണ്ട്. ഇപ്പൊ കുഞ്ഞിന്റെ മുസ്ലിനെ പിടിച്ചു കൊണ്ടുപോയപ്പോ യുവാക്കൾ അതിനെ ശബ്ദിച്ച് പിടിച്ചു കൊണ്ടുപോയ കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്താണ് ആ വാചകം? MK മുഹമ്മദ് സാഹിബ് എഴുതിയ വാചകം നമുക്ക് മറക്കാൻ പറ്റുമോ? ശോകത്തിൽ മാപ്പിളമാരും ഹിന്ദുക്കൾ 5 ഒരുമയിൽ കെട്ടിപ്പിടിച്ച് മരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കവിത അത് മനോഹരല്ലേ? അത് വാഗൺ ട്രാജഡിയെ കുറിച്ചാണ് പറയണത്. എന്റെ ഹിന്ദുക്കളുണ്ടായി വാഗൺ ട്രാജഡിയില് അതൊരു മാപ്പിള സമരമല്ല എന്ന പോലെ അവിടെ നടക്കുന്ന സമരം ഒരു മാപ്പിള സമരമല്ല. അങ്ങനെ അതിനെ കാറ്റഗറൈസ് ചെയ്യരുത്, ബ്രാൻഡ് ചെയ്യരുത്. അത് നീതിക്ക് വേണ്ടി ഒരു പോരാട്ടമായി മാത്രം കാണുക. ആളുകളെ കൊന്നും കൊലവിളിച്ചു നടത്തുന്ന ഒരു പരിപാടി ആരെടുത്താലും ശരി അത് ശരിയില്ല എന്നും പറയാം. നീതിക്കൊപ്പം നിൽക്കുക. ഇഷ്ടത്തിനൊപ്പമല്ല നിൽക്കേണ്ടത്, നീതിക്കൊപ്പമാണ് നിൽക്കേണ്ടത്. ഇസ്ലാമിന്റെ ഒരു താത്വിക കാഴ്ചപ്പാട് നിന്റെ ശത്രുവാണ് എന്ന് കരുതി അവന് നീതി നിഷേധിക്കാൻ പാടില്ല. ശത്രുത വേറെ, നീതി വേറെ. അതുകൊണ്ട് ഇത്രയും നല്ല ഒരു പരിപാടി വെച്ച് ജനങ്ങൾക്ക് ഇത് ബോധവൽക്കരിക്കാൻ മുന്നോട്ട് വന്ന വാഗൺ ട്രാജഡിയുടെ ചരിത്ര പശ്ചാത്തലം വിശദീകരിക്കാൻ ഇവിടെ ബന്ധപ്പെട്ട CP അടക്കമുള്ള ആളുകൾ, നമ്മുടെ അബ്ദുസീൻ തങ്ങൾ അടക്കമുള്ള ഉദ്ഘാടകർ അടക്കമുള്ള ആളുകളുണ്ട്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളോട് ഞാൻ ഇവിടെ ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.